Good morning students. Plus 1 മാത്തമാറ്റിക്സിലെ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് റിലേഷൻ, ഡൊമൈൻ ഓഫ് എ റിലേഷൻ, റേഞ്ച് ഓഫ് എ റിലേഷൻ, കോഡൊമൈൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് റിലേഷൻ എന്നീ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. First question, let A is equal to set 1, 2, 3, 4, etc. 40. Define a relation R from A to A by R is equal to set of all ordered pair x, y such that 3x minus y is equal to 0, where x comma y belongs to A. Write down its domain, codomain and range. ഇവിടെ എന്ന് പറയുന്ന റിലേഷൻ സെറ്റ് തന്നിട്ടുണ്ട്. അതിൽ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നു. R is a relation on R or R is a relation from A to A by റൂൾ മെത്തേഡിലാണ് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ സച്ച് ദാറ്റ് 3x മൈനസ് y is equal to 0. റിലേഷൻ എന്താണ്? 3x മൈനസ് y is equal to 0 or y is equal to 3x. അപ്പോൾ അങ്ങനെ ആ റിലേഷനിലെ ഓർഡേർഡ് പെയർസ് ഉണ്ടാവും. ആ ഓർഡേർഡ് പെയർസ് അങ്ങനെ ആ ഓർഡേർഡ് പെയർസ് നോക്കി ആ റിലേഷനിലെ ഡൊമൈൻ എന്താണ്, കോഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണെന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. കോഡൊമൈൻ നമുക്ക് ഇവിടെ എത്താം. സെക്കൻഡ് സെറ്റിനെയാണ് കോഡൊമൈൻ. ഇവിടെ സെക്കൻഡ് സെറ്റും ഫസ്റ്റ് സെറ്റും ഒന്ന് തന്നെയാണ്. അപ്പോൾ കോഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്ന സെറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ആരോ ഡയഗ്രത്തിൽ ഒന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എയിൽ നിന്ന് എയിലേക്കാണ് 1, 2, 3, 4 etc. up to 14. ബി എന്ന് പറയുന്ന സെക്കൻഡ് സെറ്റും അത് തന്നെയാണ്. ഇനി റിലേഷൻ എക്സ് എയിലെ എലമെന്റും വൈ ഈ സെക്കൻഡ് സെറ്റായ എയിലെ എലമെന്റ്സും റെപ്രസെന്റ് ചെയ്യണേ റിലേഷൻ എന്താണ്? 3x മൈനസ് y is equal to 0 or y is equal to 3x. ഇനി എക്സ് എവിടുത്തെ എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫസ്റ്റ് സെറ്റായി ഓരോ എലമെന്റ്സ് നോക്കുക. എക്സിന് 1 കൊടുക്കുമ്പോൾ y എന്താവും? 3 ആവും. എക്സിന് 2 കൊടുക്കുമ്പോൾ എന്ത് വരും? 6. 3 കൊടുക്കുമ്പോൾ 9. 4 കൊടുക്കുമ്പോൾ 12. 5 എക്സിന് 5 കൊടുക്കുമ്പോൾ 15 ആണ്. 15 എയിലുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ഇതാണ് റിലേഷൻ നമ്മൾ ആരോ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇത് നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് എഴുതുമ്പോൾ അത് എന്തായി മാറും? 1 ഓർഡേർഡ് പെയർ 1, 3, ഓർഡേർഡ് പെയർ 2, 6, ഓർഡേർഡ് പെയർ 3, 9, ഓർഡേർഡ് പെയർ 4, 12. ഇതാണ് നമ്മളെ R എന്ന് തന്നിരിക്കുന്ന റിലേഷന്റെ റോസ്റ്റർ ഫോം. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡൊമൈൻ എഴുതാം. ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? റിലേഷനിലെ ഓർഡേർഡ് പെയർസിലെ ഫസ്റ്റ് എലമെന്റ്സിന്റെ സെറ്റിനെ, ഫസ്റ്റ് എലമെന്റ്സ് 1, 2, 3, 4. ഇപ്പൊ ഡൊമൈൻ ഓഫ് R സെറ്റ് 1, 2, 3, 4. റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? റിലേഷനിലെ ഓർഡേർഡ് പെയർസിന്റെ സെക്കൻഡ് എലമെന്റ്സിന്റെ സെറ്റ്. അതൊക്കെ 3, 6, 9, 12. റേഞ്ച് ഓഫ് R 3, 6, 9, 12. ഇനി എന്താണ് കോഡൊമൈൻ? കോഡൊമൈൻ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? സെറ്റ് എ ഇറ്റ്സെൽഫ് 1, 2, 3, 4 up to 40. അപ്പോൾ ഈ ആരോ ഡയഗ്രം നോക്കി നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം എഴുതാം. അപ്പോൾ ഇതെല്ലാം ഏതൊരു റിലേഷൻ തന്നു കഴിഞ്ഞാലും അതിൻ്റെ ഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണ്, അതിൻ്റെ ആരോ ഡയഗ്രം എന്താണ്, റോസ്റ്റർ ഫോമിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഇതെല്ലാം ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ എ റിലേഷൻ R on the set of n natural number by R is equal to ordered pair xy such that y is equal to x plus 5. X is a natural number less than 4 and x comma y belongs to n. Depict this relationship using roster form. Write down the domain and range. ഇതിന്റെ റോസ്റ്റർ ഫോം എഴുതി. ഇപ്പോൾ റൂൾ മെത്തേഡ് ആണ് തന്നിട്ടുള്ളത്. ഇതിന്റെ റോസ്റ്റർ ഫോമിൽ എഴുതിയിട്ട് ഡൊമൈനും റേഞ്ചും കണ്ടെത്തും. നമുക്ക് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. R is a relation ഡിഫൈൻ ഓൺ n ആണ്. n to n ആയിരിക്കും. നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലേക്കാണ് റിലേഷൻ ഡിഫൈൻ ചെയ്യുക. എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? y is equal to x plus 5. കൂടാതെ x is a natural number less than 4. അപ്പോൾ എക്സിന്റെ വാല്യൂ 4നേക്കാൾ ചെറുതാണ്. അപ്പോൾ ഏതൊക്കെ 1, 2, 3, 4 ആയിരിക്കും വരെ എക്സിന്റെ വാല്യൂ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, വൈന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഒന്നും പറയില്ല. പക്ഷേ എക്സ് 1, 2, 3, 4 എടുക്കാൻ പറ്റും. 4 പറ്റില്ല. 1, 2, 3 വരെ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് റോസ്റ്റർ ഫോമിലേക്ക് ആരോ ഡയഗ്രത്തിലേക്ക് റെപ്രസെന്റ് ചെയ്യുമ്പോൾ n to n 1, 2, 3 വരെ ഇവിടെ എടുത്തിട്ടുള്ളത് നാച്ചുറൽ നമ്പറിന്റെ ഒരു സബ്സെറ്റ് ആയിട്ട് വരുന്നു. കാരണം 1, 2, 3 വരെ എക്സ് പാടുള്ളൂ എന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 4. ഇനി റിലേഷൻ എന്ന് പറയുന്നത് y is equal to x plus 5. ഇനി എക്സിന് 1, എക്സ് എവിടുത്തെ ഫസ്റ്റ് സെറ്റായ എന്നിൽ ഇതിൽ ഈ y ഏതാണ്? ഈ സെക്കൻഡ് സെറ്റായ എന്നിൽ റെപ്രസെന്റ് ചെയ്യുന്നു. എക്സിന് ഏതൊക്കെ കൊടുക്കാം? 1, 2, 3 കൊടുക്കാം. 1 കൊടുക്കുമ്പോൾ എന്ത് വരും? 6ലേക്ക് വരും. 2 കൊടുക്കുമ്പോൾ 2 plus 5 7. 3 കൊടുക്കുമ്പോൾ 5 plus 3 8.
അപ്പോൾ നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് ഇത് എഴുതുക എന്താണ് 1 6 2 7 3 8. ഇതിന്ന് ക്ലിയർ ആയിട്ട് ഡൊമൈൻ എന്തായിരിക്കും 1 2 3 അല്ലേ? ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെന്റിന്റെ സെറ്റ് 1 2 3. റേഞ്ച് സെക്കൻഡ് എലമെന്റ് ഓർഡേർഡ് പെയറിലെ സെക്കൻഡ് എലമെന്റ് സെറ്റ് 6 7 8. ഓക്കെ, ആൻസർ ആയല്ലോ. കോഡൊമൈൻ എന്താണ്? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ ഇറ്റ്സെൽഫ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കോഡൊമൈൻ 6. ഇത് നമ്മളോട് ചോദിച്ചില്ല, വെറുതെ എഴുതിയേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ലെറ്റ് A is equal to set 1 2 3 4 6. Let R be the relation on A defined by set of all ordered pair AB such that A comma B belongs to A. B is exactly divisible by A. ഇതാണ് റിലേഷൻ. B is exactly divisible by A. B എന്ന് പറയുന്നത് ഏത് സെറ്റിലാണ്? സെക്കൻഡ് സെറ്റിലെ എലമെന്റ് ഫസ്റ്റ് സെറ്റിലെ എലമെന്റ് കൊണ്ട് എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ അതാണ് റിലേഷൻ. റൈറ്റ് ആർ ഇൻ റോസ്റ്റർ ഫോം, ഡൊമൈൻ, റേഞ്ച്. ഈ 3 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ സെറ്റുമായി ബന്ധപ്പെട്ട് ഈ റിലേഷനുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എക്സ് വൈക്ക് വരെ എ ബി എന്ന് എടുത്തേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. എക്സ് വൈ എടുത്തു കഴിഞ്ഞാലും എ ബി എടുത്തു കഴിഞ്ഞാലും എ എന്ന് പറയുന്ന ഫസ്റ്റ് സെറ്റിലെ എലമെന്റ്, ബി എന്ന് പറയുന്ന സെക്കൻഡ് സെറ്റിലെ എലമെന്റ്. പക്ഷേ ഇവിടെ ആർ ഇസ് എ റിലേഷൻ ഓൺ എ എന്ന് പറഞ്ഞാൽ എ ടു എ തന്നെയാണ്. ഇവിടെ നമ്മളെ രണ്ട് സെറ്റ് എയും എയിൽ നിന്ന് എയിലേക്കാണ്. അപ്പോൾ ഫസ്റ്റ് സെറ്റും സെക്കൻഡ് സെറ്റും. ഇനി നമുക്ക് റിലേഷൻ നോക്കണം. B is exactly divisible by A. ഇപ്പോൾ 1 റിലേറ്റഡ് ടു 1 ആണോ? 1 റിലേറ്റഡ് ടു 1 ആവണമെങ്കിൽ ഈ സെക്കൻഡ് ബി ആണ്, ഈ 1 ആണ്. ഈ 1 ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എ ആയിരിക്കണം. ഈ 1 കൊണ്ട് എക്സാക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഓ 1 റിലേറ്റഡ് ടു 1. ഇനി 1 റിലേറ്റഡ് ടു 2 ആണോ? ഇവിടെ ബി റെപ്രസെന്റ് 2, എ റെപ്രസെന്റ് 1. ബി ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എ ആണോ? ആണ് അല്ലേ? എല്ലാ നമ്പറിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറാണ് 1. അപ്പോൾ 1 റിലേറ്റഡ് ടു 2 ആണ്. 1 റിലേറ്റഡ് ടു 3 ആണ്. 3 ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 1. ബി റെപ്രസെന്റ് 3, എ റെപ്രസെന്റ് 1. അപ്പം ബി ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 1. 1 റിലേറ്റഡ് ടു 4, 1 റിലേറ്റഡ് ടു 6 ഇല്ലേ? അപ്പോൾ 1 എല്ലാ എലമെന്റുമായിട്ട് ഇവിടെ റിലേറ്റ് ചെയ്യും. ഇനി 2 റിലേറ്റഡ് ടു 1 ആണോ? 2 റിലേറ്റഡ് ടു 1 ആണെങ്കിൽ 1 ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 1 എന്ന് പറഞ്ഞാൽ 2നെ 1 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണം. റിമൈൻഡ് ചെയ്യാം. അല്ല, ഇവിടെ 1നെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണം. റിമൈൻഡർ 0 ആണ്. 1നെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ? ഇത് ബി ആണ്. ഇവിടെ ബി ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എ ആവണം. ദാറ്റ് ഈസ് 1 ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 2 ആണോ? ഇല്ല, 0.5 ആണ്. അല്ല, എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. റിമൈൻഡർ 0 ഇല്ല. അപ്പോൾ 2 ഡസ് നോട്ട് റിലേറ്റഡ് ടു 1. ഇനി 2 റിലേറ്റഡ് ടു 2 ആണോ? 2നെ 2 കൊണ്ട് നിശേഷം ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പറ്റൂ. 2 റിലേറ്റഡ് ടു 3 ആണോ? 3നെ 2 കൊണ്ട് നിശേഷം ഡിവൈഡ് ചെയ്യാൻ പറ്റൂ? ഇല്ല. 2 റിലേറ്റഡ് ടു 4 ആണോ? 4 ആവണമെങ്കിൽ എന്താണ്? 4 ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 2. 4നെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ലേ? അല്ലേ? പറ്റൂ. 2 റിലേറ്റഡ് ടു 4. 2 റിലേറ്റഡ് ടു 6 ആണോ? പറ്റൂ. 6നെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല. 2 × 3 അല്ല 6. അപ്പോൾ 2 റിലേറ്റഡ് ടു 6. 3 റിലേറ്റഡ് 1 ആണോ? പറ്റില്ല. കാരണം എന്താണ്? 1നെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 3 റിലേറ്റഡ് ടു 2 ആണോ? പറ്റില്ല. 3 റിലേറ്റഡ് ടു 3 ആണ്. 3 റിലേറ്റഡ് ടു 4 ആണോ? പറ്റില്ല. കാരണം 4നെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല. 3 റിലേറ്റഡ് ടു 6 ആണോ? പറ്റൂ. 6നെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കണം, ബി ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എ ആണ്. എ സെക്കൻഡ് സെറ്റായ ഇതിലെ എലമെന്റ്സിനെ ഫസ്റ്റ് സെറ്റായ ഇതിലെ എലമെന്റ്സ് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന അതാണ് റിലേഷൻ. ഇനി 4 1 4 2 4 3 പറ്റില്ല. കാരണം ഇതെല്ലാം ഇതിനേക്കാൾ ചെറുതാണ്. അപ്പോൾ ഒരിക്കലും ചെറിയ നമ്പറിനെ വലിയ നമ്പർ കൊണ്ട് ഒരിക്കലും നിശേഷം ഹരിക്കാൻ പറ്റില്ല. 4 റിലേറ്റഡ് ടു 4 ആണ്. 4 റിലേറ്റഡ് ടു 6 ആണ്. 6നെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല. പറ്റുമോ? 6 ഹരിക്കണം 4, റിമൈൻഡർ 0 കിട്ടില്ല. അതുകൊണ്ട് 4ഉം 6ഉം ഇല്ല. ഇനി 6 എന്തോ 1ഉം ഇതെല്ലാം ഇതിനേക്കാൾ ചെറുതാണ്. പിന്നെ എന്തെങ്കിലും 6നെ 6 കൊണ്ട് നിശേഷം ഹരിക്കാം. അപ്പോൾ അത് റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 1 1 2 1 3 1 4 1 1 6 2 2 2 4 2 6 3 3 3 6 4 4 6. ഇനി ഡൊമൈൻ റേഞ്ചും എഴുതാം. ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് സെറ്റിലെ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെന്റ്സ്. അപ്പോൾ 1 റിപ്പീറ്റ് ഒരു പ്രാവശ്യം. 1 2 3 4 6. റേഞ്ച് എന്താ? 1 2 3 4 6. റേഞ്ചും 1 2 3 4 6. ഓക്കെ, ഇതാണ് ഇതിലെ ആൻസർ. കോഡൊമൈൻ എന്ന് പറയുന്നത് 1 2 3 4 6 സെറ്റ്. ഈ സെറ്റിനെയാണ് കോഡൊമൈൻ എന്ന് പറയുന്നത്. ഇനി നോക്കുക ഈ ഒരു ക്വസ്റ്റ്യൻ. ഡിറ്റർമിൻ ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദ റിലേഷൻ ഡിഫൈൻ ഓൺ n
ബൈ ആർ ഇസ് ഈക്വൽ ടു എക്സ് കോമ എക്സ് പ്ലസ് 5 ഓർഡേഡ് ബൈ. നമുക്ക് ഇതൊക്കെ പല രീതിയിൽ ചേരുന്നല്ലോ ഒന്ന് തന്നെയാണ്. ഇത് ഇനി വേറെ രീതിയിൽ നമുക്ക് പറയാം, എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5. ഇവിടെ വൈയുടെ സ്ഥാനത്ത് തന്നെ ആ റിലേഷൻ പറഞ്ഞിരിക്കുകയാണ് എക്സ് പ്ലസ് 5. ഇതൊക്കെ ഈ രീതിയിലൊക്കെ നമ്മൾ റോസ്റ്റർ റൂൾ മെത്തേഡിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം. ഇതിന് വേറെ രീതിയിൽ പറയാം, ഓർഡേഡ് ബൈ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 എന്ന് പറഞ്ഞാൽ അതേ റിലേഷൻ തന്നെയാണ് ഇത് കേട്ടോ. അപ്പോൾ വൈ ഇസ് ഈക്വൽ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും, സെക്കൻഡ് എലമെന്റ് എക്സ് പ്ലസ് 5 ആയിരിക്കും. എക്സ് ബിലോങ്സ് ടു 0 1 2 3 4 5. എക്സ് എവിടെ തൊട്ട് എവിടെ വരെ ഉള്ളൂ, 0 to 5 വരെ ഉള്ളൂ. അപ്പോൾ ഇത് ആർ ഈസ് എ ടു എ. നമുക്ക് ഇതിന്റെ റോസ്റ്റർ ഫോം വൈ റിലേഷൻ എന്താ, വൈനെ നമുക്ക് വേറെ രീതിയിൽ എഴുതാം, വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ 5 അല്ലേ, എക്സിന്റെ വാല്യൂസ് 0 1 2 3 4 5 വരെ ഉള്ളൂ. 1 വരുമ്പോൾ 1 പ്ലസ് 5 6 1 6 2 പ്ലസ് 5 7 3. എക്സിന് 3 കൊടുക്കുമ്പോൾ y 8 3 8. 4 കൊടുക്കുമ്പോൾ 9 4 9. 5 കൊടുക്കുമ്പോൾ 10. അപ്പോൾ 5 10. അപ്പോൾ ഇതാണ് ആർ എന്ന് പറയുന്ന റിലേഷനിലെ മെമ്പേഴ്സ് റോസ്റ്റർ ഫോമിൽ എഴുതുക. ഇനി ഡൊമൈൻ ആർ എന്ന് പറയുന്നത് 0 1 2 3 4 5 അല്ലേ, ഓർഡേഡ് പെയറിലെ ഫസ്റ്റ് എലമെന്റിന്റെ സെറ്റ്. റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡ് ഓർഡേഡ് പെയറിലെ സെക്കൻഡ് എലമെന്റ് 5 6 7 8 9 10. ഓക്കെ, ഡൊമൈനുമായി റേഞ്ചുമായി. ഇതാണ്, ഇത് രണ്ടും അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ അതിലെ ക്വസ്റ്റ്യൻ. ഇനി ഇതിലെ വേറൊരു ക്വസ്റ്റ്യൻ, എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നു, എക്സ് വൈ സെറ്റ്, ബി എന്ന് പറയുന്നു 1 2. ഫൈൻഡ് ദ നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി. ഇത് നമ്മൾ റിലേഷൻ പറഞ്ഞപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് പറഞ്ഞു, ഫൈൻഡ് ദ നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ഈസ് ഈക്വൽ ടു 2 റൈസ് ടു n ഓഫ് എ ക്രോസ് ബി, ദാറ്റ് ഈസ് 2 റൈസ് ടു n ഓഫ് എ ഇൻറ്റു ബി. അപ്പോൾ എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ട് എന്നുള്ളത് കാണണം. എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ് കാണും, n ഓഫ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു n ഓഫ് എ ഇൻറ്റു n ഓഫ് ബി അല്ലേ. എ ക്രോസ് ബിയിലെ എലമെന്റിന്റെ എണ്ണം കാണാൻ n ഓഫ് എ ഇൻറ്റു n ഓഫ് ബി. n ഓഫ് എ കാണുന്ന n ഓഫ് എ 3, n of b 2, therefore n of a cross b is equal to 6. Therefore number of relation from a to b is equal to 2 raised to 6. That is 64 relation എ നിന്ന് ബിയിലേക്ക് നമുക്ക് ഉണ്ടാക്കാം. എ ക്രോസ് ബി കാണുക, അതിന്റെ പവർ സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണമാണ് 64. ആ പവർ സെറ്റിലെ എ ക്രോസ് ബിയുടെ പവർ സെറ്റിലെ ഓരോ മെമ്പേഴ്സും ഓരോ റിലേഷൻ ആയിരിക്കും. ഓക്കെ.